എന്നിട്ട് അതിനകത്ത് പെട്ടെന്നായി തോന്നുന്നത്. പെട്ടെന്നായി പോയി. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വ്ലോഗ്. അപ്പം ഇന്നത്തെ വ്ലോഗ് ഉദ്ദേശം വെച്ചാൽ നാളെ നമ്മുടെ കസിന്റെ ബർത്ത്ഡേ ആണ്. കസിൻ യങ്ങർ കസിൻ ഉണ്ട്, ഗിരി എന്നാണ് പേര്. അപ്പം നമ്മുടെ സെക്കൻഡ് വ്ലോഗിനകത്ത് കണ്ടു കാണും ചിലരെങ്കിലും. അപ്പം ഞാൻ ഇപ്പോഴേ സംഭവം ഞാൻ അവിടെ വീഡിയോ വെച്ചിരുന്നേ, നമ്മുടെ പോളിടെക് ഫോക്കസ് എന്ന് പറഞ്ഞ ചാനലിലേക്കുള്ള വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്തിരുന്നായിരുന്നു. അപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ ആലോചിച്ചപ്പം ഓൾറെഡി ഇപ്പം ലേറ്റ് നൈറ്റ് ആയി, ഇനി ഇപ്പം വെളിയിൽ പോകുന്ന ടാസ്ക്കാണ്. ടാസ്ക് നല്ല പോയിന് ഒത്തുമൈക്കാറുള്ള അറച്ചിയാണ്. അപ്പം ഉദ്ദേശിച്ചത് ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ല. അപ്പോഴാണ് ഞാൻ പറ്റി ഓർത്തത് ഈ കോയിലിംഗാത്തിനെ പറ്റി. എങ്കിൽ പിന്നെ ഞാൻ ആലോചിച്ചെങ്കിൽ ഈ കോയിലിംഗാത്ത് എനിക്ക് എൻ്റെ അനിയത്തി ഉണ്ടാക്കി തന്നെ, എനിക്കൊന്ന് പാസ്റ്റ് 2-3 days സംതിങ് ആവുന്നു. എങ്കിൽ പിന്നെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെന്ന് ആലോചിച്ചു. പക്ഷേ ഇത് ഒരു അത്ര ഇതില്ല, രസമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. എനിക്കൊന്ന് 2 ദിവസത്തെ പണി എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇനി അതേപോലെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ടെങ്കിൽ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഇനി അതിലേക്ക് ഇറക്കാം. എടി, ഈ എനിക്ക് ചെയ്തു തന്ന കോയിലിംഗാത്തില്ലേ, അതേപോലെ ഒന്ന് ചെയ്താലും പോലെ. അതിന് വെറൈറ്റി വിളിച്ചോണ്ട് ആ ക്ലോക്കിനാ ചെയ്യാല്ലേ, ആ വെളിയിരിക്കുന്നു നേരത്തെ ചെയ്ത് വെച്ചിരുന്നു. ഓ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഒരു ക്ലോക്കിനകത്ത് കുറച്ച് ഗിഫ്റ്റ് എന്തോ കിട്ടിയതാന്ന് തോന്നുന്നു. അല്ല, കറക്റ്റ് ഓർക്കുന്നില്ല. ഒരു ക്ലോക്ക് വെളിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലോക്കിനകത്ത് എങ്കിൽ ചെയ്തിട്ട് ഗ്ലാസ് ഫ്രെയിം ബോൾ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തോട്ട് ചെയ്ത് എംബഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത് അങ്ങനെ ഇരുന്നോളും. ഇതിപ്പോൾ കുഴപ്പമെന്ന് വെച്ച് വെക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇത് എവിടെയെങ്കിലും നല്ല പൊടി കയറും, സൈഡിൽ പൊടി കയറി തൂക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഒരു കുഴപ്പമെന്നുള്ളത് ഇതേപോലെ തട്ട് വല്ലതാണെങ്കിൽ, പിന്നെ തട്ട് വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇത് ചുളുങ്ങിയോ അങ്ങനെയൊക്കെ പോകും. അപ്പം എന്തുകൊണ്ട് സേഫ് ബെറ്ററായിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ആ ക്ലോക്കിനകത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു സെക്യൂർ ആയിട്ട് അത് ഇരുന്നോളും. മീൻസ് തട്ടി ഒന്നും പോകുന്നില്ല. ഇനി പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ ഇനിയിപ്പോൾ ക്ലോക്കിലിട്ട് വരാം. ആദ്യം ടോർച്ചിലിട്ട് വാ, കഥ പറഞ്ഞേ. തുറന്നു കിട്ടോ അതിനെ ബോൾട്ട് മോൻ. സാധാരണ സ്ഥിരം വന്ന് ഓടി കയറുന്ന കേട്ടോ. തുറന്നില്ല, മഴ ഉണ്ടെങ്കിൽ അറച്ചിട്ട്. പക്ഷേ ആശാൻ അറിഞ്ഞില്ല, വന്ന് ഇടിച്ചൻ കയറി. സോ ഇതാണ് ആ ക്ലോക്ക്. ഇത് കളയാൻ വെച്ചിരുന്നായിരുന്നു, പക്ഷെ സൂക്ഷിച്ച് വെച്ചോണ്ട് കാര്യം. അപ്പം ഇതിനി ഇതിനകത്ത് അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെക്കണം, എന്നാലേ ഇത് ഊരാൻ പറ്റും. തുടക്കണം അത് കേട്ടോ. ഞാൻ വരാം. അത് വീണ്ടും വരും. അറ എലിയൊന്നും ഇല്ലടാ. ഇന്ന് രാവിലെ മൊത്തം എലിയപ്പിലോട്ട് വരുന്നു കേട്ടോ. അതാ ഇത്ര ആക്രമണം ഇതിനകത്ത് കയറാൻ. എൻ്റെ എലിയൊന്നും ഇല്ല, മറിയും. സോ ഇതാണ് സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരാണെങ്കിൽ ഒരു ലൈറ്റ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് ലൈറ്റിങ്ങിന് വലിയ ഇഷ്യൂ വരത്തില്ല. ഇവരാണ് കോയിലിംഗാത്ത് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ഭാഗം ഈ സ്ഥലത്ത് വെച്ചാണ്. അപ്പം ഇതെൻ്റെ മാറ്റായിരുന്നു. ഞാൻ കീബോർഡും മൗസും വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവർക്ക് കൊടുത്തത്. ഇനി ഇത് വൃത്തിയാക്കണം. അതേപോലെ ഇവിടെ സ്ക്രൂസ് ഉണ്ട്, സ്ക്രൂസ് എല്ലാം അഴിച്ച് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ ഇതങ്ങനെ എടുത്ത് കളയും, ഇത് ആവശ്യമില്ല, ഇത് അത്ര വർക്കിംഗ് അല്ല. ഇതെനിക്കൊന്ന് ഏതോ ഷോപ്പിങ്ങിന് കിട്ടിയായിരുന്നില്ലേ, ഇവരുന്നായിരുന്നു സ്വയംവരനായിരുന്നു, അവരിന് കിട്ടിയായിരുന്നു. ഇനി ഇതായിരിക്കട്ടെ. അപ്പം അതിന് മുന്നോടിയായി ഇതിനകത്ത് കുറേ ഇലയും അതേപോലെ കുറേ ടെക്സ്റ്റേഴ്സൊക്കെ വരത്തില്ല. അപ്പം അതെല്ലാം ചെയ്യുന്നത് അമ്മയാണ്. അപ്പം ചെയ്തു വെച്ചതാണ്ട് ഇത് എന്തൊരു ഒരു സാധനം ഇതല്ല. അപ്പം ഇങ്ങനെ കുറേ സീക്വൻസ് പോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിനി ചെയ്യുന്ന അമ്മയാണ്. എന്നിട്ട് ഇനി ഇതിപ്പം തുറച്ച് ഇനി ഇതിപ്പം ഊരുന്ന പരിപാടിയിലേക്ക് കറക്കാം. ഇത്തിരി കണ്ണാടി എവരുണ്ടോ? ഓക്കെ, ഇതിൻ്റെ അകം തുറച്ചേ പറ്റും. ഫിക്സ്ഡ് ആണെന്ന് തോന്നിയതേ, ഒന്ന് ഒട്ടിച്ചായിരുന്നു അത്. കണ്ണാടി പൊട്ടിച്ചെടുക്കേണ്ടി വന്നേ. കണ്ണാടി ഇതുള്ള പ്ലാൻ മൊത്തം പോയേനെ. എന്തായാലും പോയില്ല. ശരിയാ, പേപ്പറിൽ വെച്ചാൽ
പിന്നെ ഇത് തട്ടിക്കളണം, ഇതളക്കണം. ഫസ്റ്റ് പൊടി എന്തായാലും ഇനി ആവുമല്ലോ, എങ്കിൽ പിന്നെ ഇതളക്കാം. ഓക്കെ, ഇനി ഇത് ലോൺ ശരിയാണ്, ഇങ്ങനെ കറക്കിയാൽ മതിയെന്ന് തോന്നുന്നു. ഓക്കെ, അതും പോയി. ഇളക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇതിന് മേലെ ഒരു ഇത് ഒരു വട്ടം അനിയത്തി പഞ്ഞാണ് ഈ സെറ്റപ്പിലാക്കിയത്. പിന്നെ ഈ ഒരു ഡയല് അതിന്റെ പേരെന്തോ, അതിനെന്തോ ഒരു പേര് പറയാം, ഞാൻ മറന്നുപോയി. ഇത് വർക്ക് കഴിഞ്ഞ് പിന്നെ എത്താൻ കവറുക. മഞ്ഞപ്പൊടി കാരണം ഇതിനകത്ത് ഇപ്പം ഇനി ഇത് മാറ്റാതെ തന്നെ പറഞ്ഞിരിക്കാം. ഇത് മാറ്റാതെ തന്നെ ഇതിനകത്ത് മേളിൽ ഒട്ടിക്കുന്നതായിരുന്നു നല്ലത്. വലിച്ചെടുക്കാവുന്നായിരുന്നു, പറയുന്ന താമസം വലിച്ചെറിയത്. ഇതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ ഗിരി എന്ന് എഴുതണോ, അല്ലാതെ ഗിരി എന്ന് മാത്രം എഴുതിയാൽ പോലെ. കാരണം അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് എന്നത്തേക്ക് സൂക്ഷിക്കാൻ വരുന്നില്ലേ, അതാകുമ്പോ ഇതാകുമ്പോ 100 തൂക്കിയുള്ളൂ. ഇപ്പൊ ഗിരി തന്നെ എഴുതാം. ഇപ്പൊ ചെയ്യുന്ന വർക്ക് വല്ലതും എന്താണോ? അപ്പൊ ഇതേപോലെ ബോൾഡ് ആയിട്ട് വരുന്ന രീതിക്ക് ചെയ്തിട്ട് കുറച്ച് ഡിസൈൻ എലമെന്റ്സ് റാലി എന്ന രീതിക്ക് എഴുതിയാൽ മതി. ഗിരി എന്ന് പറഞ്ഞ് ക്യാപ്സ് എഴുതിയാൽ മതി, ക്യാപിലറി എഴുതിയാൽ മതി പോരെ. അങ്ങനെ ഇതല്ല, അങ്ങനെ വേണം. ജി മാത്രം വലുത്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റേഴ്സ്. മൊത്തത്തിൽ അതായിരിക്കും അതെങ്ങനെയാന്ന് വെച്ചാൽ ബാക്കി നോക്കട്ടെ. ഇതിപ്പോ ഓൾറെഡി തുറക്കണ്ടെന്ന് പറഞ്ഞാൽ അത് മൊത്തം തുറച്ചു വെക്കാം, അല്ലെങ്കിൽ ഇത് ആരും തട്ടിയിട്ട് കൂടി. അതേപോലെ നാളെ ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റിയാക്ഷൻ നമ്മൾ ഈ വീഡിയോ ഇരുന്നതായിരിക്കും. പിന്നെ കേക്ക് കട്ടിങ് ഉണ്ടെന്ന് തോന്നുന്നു, കാണുമായിരിക്കുമല്ലോ. ഇപ്പൊ ചെയ്യുന്നത് വെച്ചാൽ സർക്കിൾ കട്ടിയിട്ട് ഈ ഒരു അത് തന്നെ ഇതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് പിന്നെ വേറൊരു പേപ്പർ എടുത്തുകൊണ്ട് കുളമായോ. ഇത് പെൻസിലായിരുന്നു, അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഇനി ബാക്കിയെങ്കിൽ ഫോളോ ആയിട്ടെങ്കിൽ ഇങ്ങനെ കിടക്കുന്ന കാണിക്കാന്നുണ്ടെങ്കിൽ ചെറുക്കൻ ഇങ്ങനെ സർക്കിൾ വരച്ചോണ്ട് ഇതിനകത്തങ്ങ് ഇൻസേർട്ട് ചെയ്താൽ പോരെ, അല്ലാതെ വരച്ചതാവത്തു. ഇനി നമുക്ക് ഫൈനൽ ഔട്ട് കാണാം. സോ ഇതാണ് ഫൈനൽ ഔട്ട്. ഇപ്പൊ ഇതിന്റെ ബാക്കി വർക്ക് കാണണമെങ്കിൽ ആൽക്കഹോൾ കാപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ ഇട്ടേക്കാം. അതിനകത്ത് ഇതിന്റെ വർക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇതേപോലത്തെ ക്യൂലിംഗ് ആർട്ടൊക്കെ താല്പര്യമുണ്ട്, ബർത്ത് ഗിഫ്റ്റ് അതേപോലെ മറ്റെന്തെങ്കിലും ഒക്കെ വേണമെങ്കിൽ അത് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് നമുക്ക് അതേപോലെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഇത് ക്ലോക്കിന്റെ ബേസിൽ ഇട്ട് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന്റെ കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്യണം, എങ്കിൽ റീൽ ഇടാൻ പറ്റും. സ്ക്രൂ അപ്പോൾ അനിയത്തിയാണെങ്കിൽ അനിയന് ഹാപ്പി ബർത്ത്ഡേ സ്റ്റോറി ഇട്ടായിരുന്നു. പക്ഷെ ഒരു കുഴപ്പം പറ്റുന്ന വെച്ചാൽ ഗിരി എന്നാ പേര്, പക്ഷെ എല്ലാവരും ഗേൾ എന്നാണ് വായിക്കുന്നത്. ഇപ്പം വിശ്വസ് അയക്കുന്നത് അവക്ക. അങ്ങനെ കുറേ വിശ്വസ് വന്നായിരുന്നു. അപ്പം അത് മാറണമല്ലോ ചിലർക്ക്. ചില അക്ഷരങ്ങൾ വായിക്കുമ്പം നമ്മൾ തെറ്റിദ്ധരിച്ച് വായിക്കത്തില്ലേ, അബദ്ധവശ സ്പീഡ് വായിക്കുമ്പോൾ ആ ഒരു ഇതുപോലെ. അതേപോലെ ഇതാണ് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചാനലല്ല, ഇൻസ്റ്റാഗ്രാം ഐ ഡി. ഇതിലേക്കാണ് നമുക്ക് വർക്കൊക്കെ ചെയ്യുന്നത്. ഇതിലേക്ക് മെസ്സേജൊക്കെ അയക്കുക, നമ്മൾ ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ചെയ്തൊരു വർക്കാണ്. വേറെ കുറേ പെൻഡിങ് ഉണ്ട്, പിന്നെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലിട്ടൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ വർക്കൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ ഫൈനലി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം റിസൾട്ട് കാണാൻ സംഭവം. അത്യാവശ്യം ഹാങ്ങും ചെയ്യാമല്ലോ. അപ്പം ഇനി പോയി കുളിച്ചിട്ട് വരട്ടെ.
വൈദ്യുതി ഒരു കാര്യം പറയാൻ വന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ബാക്കി റെക്കോർഡ് ചെയ്തില്ല. ഇത് ചെയ്തിട്ട് സമയമായത് കാരണം ബാക്കി റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇത് നെക്സ്റ്റ് ഡേ ആണ്. ആ കാര്യം പറയാൻ മറന്നുപോയി. സോ അപ്പോൾ അതിന് പരിപാടിയെല്ലാം കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞ് ഇനി ഞങ്ങളിപ്പം ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവൻ ഓൾറെഡി ഇടിവള അവൻ്റെ ഇവിടെ മറന്നു വെച്ചായിരുന്നു. അപ്പോൾ അത് ആദ്യം ഒരു സർപ്രൈസ് ഇട്ട് രണ്ടാമത് പിന്നെ അയ്യോ ഇത് ഉള്ളതെന്ന് പറയുമ്പോഴല്ലോ മറ്റേ സ്ഥലത്ത് ഉറങ്ങിലേക്ക് നിൽക്കാനാണ്. പക്ഷേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവാൻ അറിയത്തില്ല. എന്തായാലും നോക്കാം. സോ നമ്മളിപ്പോൾ അങ്ങനെ അനിയൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഇടിവള വീട്ടിൽ വെച്ച് മറന്നായിരുന്നു. അപ്പം അതാദ്യമേ കൊടുത്തിട്ട് പിന്നെ ഒന്ന് പ്രാങ്ക് ആക്കിയിട്ട് പിന്നെ മറ്റേ വല്ല ക്ലോക്കിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അത്ര ഷോക്കാവുമെന്ന് അറിയാൻ വയ്യ. ഏതായാലും റിയാക്ഷൻ എന്തായാലും റെക്കോർഡ് ചെയ്യാം. സോ നമ്മൾ പോകുന്ന വഴിയിലാണ്. സോ ഇപ്പം കണ്ട സ്ഥലം മേലിലെ അമ്പലം എന്ന് പറയും. എനിക്ക് റോഡിച്ച് ശോകമായിന് പണിയാൻ പൊളിച്ചിട്ടേക്കോ പിന്നെ കൊണ്ട് പണിച്ചിട്ടില്ല വരും. കുറച്ച് എന്തെങ്കിലും ഇഷ്യൂസ് അതൊക്കെ സ്റ്റേണ്ടൊക്കെ ഒന്ന് ഇറക്കുമെന്നൊക്കെ പറയുന്നു. കറക്റ്റ് അറിയാവുന്ന മേലെ ഇനി എന്തായാലും ആവശ്യമുണ്ട് കാണാം. അതെ ഗിരി എന്തി ആ ഹാപ്പി ബർത്ത്ഡേ ബൈ. അത് കേക്ക് പറയാൻ കൊളുത്താൻ പോരെ. ഇപ്പൊ നാണോ അന്നൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. വാങ്ങിച്ചോ? ഈ സംബന്ധം ഞാൻ പറയട്ടോ. കൊറേ പേപ്പർ ചുരുട്ടി വെച്ച പരിപാടിയല്ലേ. എന്നിട്ട് അതിനകത്ത് എന്തേലും ആദ്യമേ മനസ്സിലായി ഇത്രയും പേപ്പർ ഇതിന്റെ കാണത്തില്ല. അവസാനം അങ്ങനെ മറന്നു വെക്കുമ്പോ ആലോചിക്കാം. അവരൊന്നും എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? വെറൈറ്റി ഗിഫ്റ്റ് ഇത് പ്രതീക്ഷയൊന്നും വേണ്ട. എന്നാലും പ്രതീക്ഷിച്ചു നമുക്ക് പറ്റിയ തൽക്കാലം പറ്റുള്ളൂ. റെക്കോർഡാവുന്നുള്ളൂ. എത്രാമത്തെ ബന്ധമേ? പന്ത്രണ്ടായി. അപ്പം ഇയാളിനി ആറിന് കാഡ്ബറി ഡയറി നിൽക്കുമല്ലോ. മെലഡി അല്ലേ? ഓ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ്. അത് ഇന്നലെ അത് പറഞ്ഞായിരുന്നല്ലോ. അതൊക്കെ മറന്നു പോയി. പോട്ടെ. അല്ല എത്ര രൂപ? അല്ല എനിക്കത് 300 രൂപ അര കിലോയ്ക്ക്. 300 350 ഒരു സംതിങ് എന്തോ ആണ്. അപ്പൊ 1 കിലോ കാണും എന്തായാലും. എന്തായാലും 1 കിലോ കാണും. കാർത്തി എപ്പം വരും? ഇത് ലാഭമല്ലോ ആണോ? ലാഭമാണ്. സോ നമ്മളെല്ലാവരും വന്നിട്ടെങ്കിൽ പിന്നെ കേക്ക് മുറിക്കാൻ പറഞ്ഞിരിക്കുക. അപ്പം അതായത് ഉച്ചയാകുമ്പോഴേ കേക്ക് മുറിക്കത്തുള്ളൂ. അപ്പം നമ്മൾ ചുമ്മാ നേരത്തെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഒന്നുകൂടെ വീട് വരെ പോവാം. സംഭവം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഒരു 4 മണി മുന്നേ മഴ വരുന്നു. അപ്പോഴത്തേക്ക് ചെല്ലാന്ന് പറഞ്ഞിരുന്നായിരുന്നു. പക്ഷേ ഇപ്പം നേരത്തെ മുൻകൂട്ടി പഴയ ഇടിയും കല്യാണമൊക്കെ അതുകൊണ്ട് പോയി ഊരിയിട്ട് വരാൻ കഴിച്ചിരിക്കും.
ഉരുട്ടെ. പരിപാടിയെല്ലാം കഴിഞ്ഞു. അതിൻ്റെ അടുത്തേക്ക് പോവാം. ഞാൻ മുറിഞ്ഞാനോ? എല്ലാരും ഒരുമിച്ച് പാടണേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ദീദി. അതിൻ്റെ അവനുണ്ട് പോകുന്നത്. അവന് പറഞ്ഞാ തേക്കറ ഞാനാ കെട്ടിയ. ആ ഒന്ന് കൈ കയറും. നീ ആ ടേബിളെ നോക്കി. പെട്ടെന്നായി തോന്നുന്നല്ലോ. ഇച്ചിരി പെട്ടെന്നായി പോയി. ക്ലോക്കാ. അത് വെട്ടമില്ല അതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വ്ളോഗ്. അത്യാവശ്യം രസമുണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം എന്തായാലും ഏറ്റുണ്ട്. എന്നാൽ ചെറുതായിട്ടൊന്ന് പാളിപ്പോൻ തുടങ്ങിയാൽ ഇറക്കി വെച്ചു. പിന്നെയും വലിയ ലൂപ്പ് ഹോൾ കൊടുക്കാതെ പിന്നെ അങ്ങ് നിന്നുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയ വ്ളോഗായിട്ട് പിന്നെ കാണാം. അതേപോലെ നമ്മുടെ മറ്റൊരു ചാനലായിട്ടുള്ള പോളിടെക് ഫോക്കസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി കാണുക. അതിനകത്ത് സയൻസ് റിലേറ്റഡ് അതേപോലെ തന്നെ പൊളിറ്റിക്സ് റിലേറ്റഡ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കറൻലി സയൻസ് റിലേറ്റഡാണ്. കാരണം നമ്മുടെ സിദ്ധാർത്ഥ ഇപ്പോൾ സ്ഥലത്തില്ല. പുള്ളിക്കാരനാണ് പൊളിറ്റിക്സ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ കാണാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇനി വേറെ വ്ളോഗിൽ കാണാം. ശരി, ഓക്കെ, ബൈ.